ഷിജോ കുര്യൻ കൂടി ചേരുന്നുണ്ട്. ഷിജോ, തിരുവനന്തപുരത്തും വലിയ ആഘോഷങ്ങളാണ്. ശംഖുമുഖമായാലും കോവളമായാലും നിരവധി ആളുകൾ ന്യൂ ഇയർ ആഘോഷിക്കാനായി എത്തിച്ചേരാറുണ്ട്. എങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഇത്തവണത്തെ 2025 എങ്ങനെ വരവേൽക്കുന്നു തിരുവനന്തപുരം? അമൃതയ്ക്ക് അറിയാവുന്ന ആഘോഷം തന്നെയാണ് തിരുവനന്തപുരത്തുമുള്ളത്. തിരുവനന്തപുരത്തിൻ്റെ വർക്കല മുതൽ അങ്ങ് കിടക്കുന്ന ഓരോ ബീച്ചും, അതായത് ഓരോ സ്ഥലത്തും വലിയ ആഘോഷങ്ങൾ നമുക്ക് മുൻ വർഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. 2024 ഇതിനേക്കാളും വലിയ ആഘോഷങ്ങൾ കണ്ടതാണ്. അതിനപ്പുറത്തേക്ക് മാറി നിൽക്കുന്ന ഒരു ആഘോഷത്തിലേക്ക് 2025 പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിലേക്ക് കോവളവും മാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ മുക്കും മൂലയും വലിയ ആഘോഷത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ തുടക്കം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മണിക്കൂറിൽ കാണാൻ കഴിയുന്നത്. കിരിബാത്തി ദ്വീപിലേക്ക് പുതുവർഷം എത്തിയെങ്കിൽ കേരളത്തിലേക്ക് വരാൻ ഇനി 6 മണിക്കൂർ സമയം മാത്രമാണുള്ളത്. ആ 6 മണിക്കൂറിലേക്ക് കൗണ്ട് ഡൗൺ എണ്ണി കാത്തിരിക്കുകയാണ് മലയാളികൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് കോവളം എന്ന് പറയുമ്പോൾ എല്ലാ ആഘോഷങ്ങളുടെയും വലിയ ഒരു ഡെസ്റ്റിനേഷനാണ്. എല്ലാ ആഘോഷങ്ങൾക്കും മലയാളികൾ മാത്രമല്ല, മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് വരാറുണ്ട്. എവിടുന്നാണ് വരുന്നത്? ന്യൂ ഇയർ ആഘോഷിക്കുന്നതാണോ? പെരിന്തൽമണ്ണ മലപ്പുറം. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ 2025 പോവുകയാണ്. കോവളത്ത് ന്യൂ ഇയർ ആഘോഷിക്കാമെന്ന് കരുതി. എന്താണ് ന്യൂ ഇയറിലേക്ക് കടക്കുമ്പോൾ പ്രതീക്ഷ? ഇവിടെ വേറൊരു ആവശ്യത്തിന് വന്നതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് പ്രതീക്ഷ അങ്ങനെയൊന്നുമില്ല. പുതുവർഷത്തിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഇല്ല എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെ ചിരി മാത്രമേ ഉള്ളൂ? ചിരി മാത്രം പോരാ? ന്യൂ ഇയറിലേക്ക് പോകുമ്പോൾ എന്താണ് പ്രതീക്ഷകളൊക്കെ? ചിരി മാത്രം പോരാ? ഒരു പ്രതീക്ഷയില്ല, പറയാൻ പറ്റുന്ന പ്രതീക്ഷയൊന്നും ഇല്ല അല്ലേ? അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുന്ന പ്രതീക്ഷകളൊന്നുമില്ല. മലപ്പുറത്തിന്റെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അമൃത, വിവിധ ആളുകൾ. എവിടെ നിന്ന് വരുന്നേ? എന്റെ സ്ഥലം തൊട്ടേ അടുത്താണ്, ഹാർബർ റോഡിലാണ്. ഞാൻ കുറെ കാലം ഇവിടെ ആദ്യം 34 വർഷത്തിന് മുൻപേ ഇവിടെ ചെറിയൊരു ബിസിനസ് ഒക്കെ ചെയ്തിരുന്നു. കപ്പലിന്റെ കച്ചവടം ഇങ്ങനെയായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴും കാട്ടാക്കടയ്ക്ക് അടുത്താണ് താമസം. ഫാമിലി ആയിട്ട് ഇടയ്ക്കിടയിൽ വരാറുണ്ട്. അങ്ങനെ കോവളം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമ്മൾ കൊച്ചുകാലം മുതലേ ഇവിടെ കോവളത്ത് ബീച്ചിലും അവാർഡ് തുറയാണ്. നമുക്ക് ഈ കോവളത്തിന്റെ സൗന്ദര്യം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. 2025 പോവുകയാണ്. 2024 ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? 2024 നല്ല ഒരു ഇതായിരുന്നു, കുഴപ്പമില്ലാത്ത ഇതായിരുന്നു. നല്ല രീതിയിലുള്ള ഇതാണ്. ആഴ്ചയിൽ 2 ആഴ്ച ഒരിക്കൽ ഞാൻ വരാറുണ്ട്. ഫാമിലി ആയിട്ട് 2025 പോകുമ്പോഴേ എന്തെങ്കിലും പുതിയൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? 2025 ഞാൻ നന്നാകും അല്ലെങ്കിൽ ഞാൻ മോശമാകും, അങ്ങനെ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? മോശമാവും എന്ന് പറഞ്ഞാൽ നമ്മളെ മോശമാകത്തില്ലല്ലോ ആരും, ഒരിക്കലും ഇല്ല. നന്നാവാൻ എല്ലാവരും നോക്കത്തുള്ളൂ. എല്ലാവർക്കും നന്മ നേരട്ടെ. പുതിയ വർഷത്തിൽ, പുതിയ 25ാം വർഷത്തിലേക്ക് ലോക ജനതയ്ക്ക് നന്മകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു പുതുവർഷ ആശംസകൾ എല്ലാവർക്കും. അപ്പോൾ അമൃത, എല്ലാവരും വലിയ ആഘോഷത്തിലും സന്തോഷത്തിലും ഒക്കെയാണ്. ഇപ്പോൾ കുറച്ച് വൈബ് കുറഞ്ഞു നിൽക്കുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ ഇത് അതിൻ്റെ പാരമ്യത്തിലേക്ക് പോകും. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി ആവേശം കൊണ്ടുവരാം. എന്തായാലും കൂടുതൽ ആളുകളൊക്കെ കോവളം ബീച്ചിലേക്ക് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആഭ്യന്തര വിനോദസഞ്ചാരികളുണ്ട്, മറ്റ് വിദേശികളുണ്ട്. അങ്ങനെ 100 കണക്കിന് ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ കോവളത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിയുമ്പോൾ DJ പാർട്ടിയും പാട്ടും ഡാൻസും മേളവും ഒക്കെ ആയിട്ട് കോവളം അങ്ങ് അക്ഷരാർത്ഥത്തിൽ വൈബിലേക്ക് അങ്ങ് പോകും. പാപ്പാഞ്ഞി അങ്ങ് കൊച്ചിയിൽ കത്തിച്ചാലും പാപ്പാഞ്ഞി ഇവിടെ കത്തിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്കുള്ള വലിയ ആഘോഷ തിമിർപ്പിലേക്ക് കോവളവും തിരുവനന്തപുരവും പോകുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. അമൃത.